ഇപ്പോൾ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ പന്ന്യൻ, ഒരുപാട് പതിറ്റാണ്ടുകളുടെ ഓർമ്മ ഒരു സമരസഖാവ് എന്നുള്ള നിലയിൽ, നേതാവ് എന്നുള്ള നിലയിൽ VS-മായി താങ്കൾക്കുണ്ട് എന്ന് എനിക്കറിയാം. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തോട് വിട പറയാൻ ഒരുങ്ങുകയാണ്. VS-നെ എങ്ങനെ ഓർക്കുന്നു അങ്ങ്? VS ഒരു സാധാരണ നേതാവല്ല. ജനങ്ങളിൽ നിന്ന് വളർന്നു വന്ന് ജനങ്ങൾക്ക് വേണ്ടി പോരാടി ജനങ്ങളുടെ നേതാവായി വളർന്നു വന്ന ആളാണ് അദ്ദേഹം. കൊച്ചുനാളിൽ മുതൽ വിപ്ലവത്തിന് തീനാളം മനസ്സിൽ കയറി വിപ്ലവ രംഗത്ത് ഇറങ്ങി വന്ന സഖാവ് VS നമ്മുടെ മുമ്പിൽ എന്നും ഒരു വലിയ ശക്തിയായിരുന്നു. കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ VS ചെലുത്തിയ സ്വാധീനം നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. ഞാനുമായി ഒരുപാട് ബന്ധമുണ്ടായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരുമിച്ച് ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനത്തിലും എനിക്കറിയാവുന്ന കാര്യം, VS ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം നടപ്പിലാക്കാൻ അദ്ദേഹം ഏത് വിനീതനെയും പരിശ്രമിക്കും. നിങ്ങൾക്കറിയാം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. ആ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആരെങ്കിലും ധരിച്ചിരുന്നാണോ മൂന്നാർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കോടീശ്വരന്മാർ കെട്ടിയ വലിയ വലിയ സൗധങ്ങൾ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ മുമ്പിൽ വെച്ച് അങ്ങ് തകർന്നു വീഴുകയാണ്. ലോകമാകെ കണ്ടു. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നേരിട്ട് ബോധ്യപ്പെട്ടത് ആ കാലത്തല്ലേ. ഇതുപോലെ പല കാര്യങ്ങളും ഞാൻ ഓരോന്നോരോന്ന് എടുത്ത് പറയല്ല. VS കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തി. ആ സ്വാധീനമാണ് അദ്ദേഹത്തെ ജനങ്ങളുടെ നേതാവാക്കി വളർത്തിയെടുത്തത്. ഇന്ന് കേരളത്തിൽ VS എന്ന് പറഞ്ഞാൽ മറ്റൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. VS നമ്മുടെ കൂടെ ഇല്ല, ഇനി നമ്മുടെ കൂടെ ഉണ്ടാവില്ല. പക്ഷെ പൊതുരംഗത്ത് VS നടത്തിയിരിക്കുന്ന പ്രവർത്തനം നമുക്കെന്നും ഒരു വഴികാട്ടിയല്ലേ. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നത് VS ജീവിച്ച് കാണിച്ചു തന്നു. എന്താ പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം? നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്താണെങ്കിൽ അദ്ദേഹം ഒരുപാട് കാലം ഇവിടെ തിരുവനന്തപുരത്തുണ്ടായല്ലോ. ആ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിൽ അദ്ദേഹം വരുത്തിയ തീർച്ചയായിട്ടും ശ്രീ പന്ന്യൻ,